മിഷിഗണിലെ ലെനാവി കൗണ്ടിയിലുള്ള ഫ്രാങ്ക്ലിൻ ടൗൺഷിപ്പിൽ താമസിച്ചിരുന്ന 52-കാരിയായ ഡി വാർണർ ആ പ്രദേശത്തെ പ്രമുഖയായ ഒരു ബിസിനസ് വനിതയായിരുന്നു. 5 അടിയോളം മാത്രം ഉയരമുള്ള, എപ്പോഴും മുഖത്ത് പുഞ്ചിരി സൂക്ഷിച്ചിരുന്ന ഡി കഠിനാധ്വാനം കൊണ്ട് ജീവിതം പടുത്തുയർത്തിയ ഒരു സ്ത്രീയായിരുന്നു. സ്വന്തമായൊരു ട്രക്കിംഗ് കമ്പനിയും അതോടൊപ്പം 100 കണക്കിന് ഏക്കർ വ്യാപിച്ചു കിടന്ന വലിയൊരു ഫാമും കൃഷിയും അവർക്കുണ്ടായിരുന്നു. ഡിയുടെ 2ാമത്തെ വിവാഹമായിരുന്നു ഡെയിൽ വാർണറുമായിട്ടുള്ളത്. ബിസിനസ് രംഗത്ത് ഇരുവരും പങ്കാളികളായിരുന്നു. കൃഷിക്കാവശ്യമായ രാസവസ്തുക്കളുടെ വിപണനവും വൻകിട ട്രക്കിംഗ് സർവീസുകളുമായി ലക്ഷക്കണക്കിന് ഡോളറിന്റെ വിറ്റുവരവുള്ള വലിയൊരു സാമ്രാജ്യം തന്നെ അവർ രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പടുത്തു. നാട്ടുകാരുടെ കണ്ണിൽ ഇവർ എല്ലാ സൗകര്യങ്ങളുമുള്ള, പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മാതൃകാ ദമ്പതികളായിരുന്നു. എന്നാൽ ആ വലിയ ഫാം ഹൗസിന്റെ അടച്ചിട്ട ചുവരുകൾക്കുള്ളിൽ നടന്നിരുന്നത് മറ്റൊരു നരകമായിരുന്നു. ഡെയിൽ വാർണർ കടുത്ത നിയന്ത്രണങ്ങൾ വെച്ചു പുലർത്തുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവക്കാരനായിരുന്നു. ബിസിനസിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഡിയുടെ കൈകളിലായിരുന്നതും അവരുടെ കാര്യശേഷിയും ഡെയിലിൽ കടുത്ത അസൂയയും അമർഷവും ഉണ്ടാക്കിയിരുന്നു. ഡിയുടെ ഓരോ ചലനങ്ങളും അയാൾ നിരീക്ഷിച്ചു. അവരുടെ കാറിൽ അവർ പോലും അറിയാതെ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചു. ഫോൺ കോളുകൾ രഹസ്യമായി ചോർത്തിയും അയാൾ അവരുടെ സ്വാതന്ത്ര്യത്തിനുമേൽ വിലങ്ങിട്ടു. പലപ്പോഴും ശാരീരികമായ ഉപദ്രവങ്ങളും ആ വീട്ടിൽ പതിവായിരുന്നു. ഈ ക്രൂരതകളുടെ എല്ലാം ഡി തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട്, ആദ്യ വിവാഹത്തിലുള്ള മക്കളോടും സഹോദരനായ ഗ്രെഗ് ഹാർഡിയോടും പരസ്യമായി പങ്കുവച്ചിരുന്നു. 2021 തുടക്കത്തിൽ ഈ നരകതുല്യമായ ജീവിതം അവസാനിപ്പിക്കാൻ ഡി ഉറപ്പിച്ചു. ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മാത്രമല്ല, ബിസിനസ്സിലെ വലിയൊരു തുക ഡെയിൽ തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വകമാറ്റിയതായി അവർ കണ്ടെത്തി. ഇതോടെ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുമെന്നും തങ്ങളുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള ട്രക്കിംഗ് കമ്പനി വിൽക്കുമെന്നും ഡി ഡെയിലിനോട് തുറന്നു പറഞ്ഞു. ഡെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഡി വിവാഹമോചനം നേടിയാൽ ബിസിനസ്സും സ്വത്തുക്കളും ഡിക്ക് നൽകേണ്ടി വരും. അതോടെ താൻ തെരുവാധാരമാകുമെന്ന് അയാൾ ഭയന്നു. ആ സാമ്പത്തിക തർക്കമാണ് പിന്നീട് അമേരിക്കയെ നടുക്കിയ ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2021 ഏപ്രിൽ 24 ശനിയാഴ്ച. അന്ന് വൈകുന്നേരം ഡിയുടെ വീട്ടിൽ വെച്ച് ഒരു സുഹൃത്തുമായി ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആ സുഹൃത്ത് രാത്രി 8 മണിയോടെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഡി തൻ്റെ മകളുമായി ഫോണിൽ സംസാരിച്ചു. വരാൻ പോകുന്ന വലിയൊരു ബിസിനസ് കരാറിനെ കുറിച്ചും തൻ്റെ പുതിയ തീരുമാനങ്ങളെക്കുറിച്ചും അവർ വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. അതാണ് ലോകം കേട്ട ഡിയുടെ അവസാനത്തെ ശബ്ദം. അന്ന് രാത്രി ആ ഫാം ഹൗസിൽ വെച്ച് ഡിയും ഡെയിലും തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. ബിസിനസ് വിഭജനത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഡെയിലിൻ്റെ മൊഴികളിൽ മാത്രമാണുള്ളത്. ഡെയിൽ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അന്ന് രാത്രി വഴക്കിനിടയിൽ ഡിക്ക് കടുത്ത മൈഗ്രെയിൻ അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവളുടെ തോളുകൾ തിരുമ്മി നൽകി. തുടർന്ന് ലിവിംഗ് റൂമിലെ സോഫയിൽ അവൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ, അതായത് ഏപ്രിൽ 25 പുലർച്ചെ 6 മണിയോടെ താൻ എഴുന്നേറ്റ് ഫാമിലെ ജോലികൾക്കായി പോയി. ആ സമയത്ത് അവർ സോഫയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ 8 മണിയോടെ ഞാൻ വീട്ടിൽ തിരികെ വന്നപ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നു. ഡി ആരോടും പറയാതെ നാടുവിട്ടുപോയി എന്നായിരുന്നു ഡെയിൻ പ്രചരിപ്പിച്ചത്. അവൾ ബിസിനസ്സിൽ നിന്നും വലിയൊരു തുക പണമായി കൈക്കലാക്കി മറ്റൊരു ജീവിതം തേടിപ്പോയി എന്ന് അയാൾ സുഹൃത്തുക്കളോടും പോലീസിനോടും ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഡിയുടെ മക്കൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ ജീവനായ മക്കളെയും കൊച്ചുമക്കളെയും ഉപേക്ഷിച്ച് ഡി ഒരിടത്തും പോകില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതിലും വിചിത്രമായ കാര്യം, ഡിയുടെ കാറും അവരുടെ ചെരുപ്പുകളും പേഴ്സുകളും അടക്കമുള്ള വ്യക്തിപരമായ സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഫോൺ അന്നത്തെ രാത്രിക്ക് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. ബാങ്ക് അക്കൗണ്ടുകളിൽ പിന്നീട് യാതൊരു ഇടപാടുകളും നടന്നിട്ടില്ല. വസ്ത്രങ്ങൾ പോലും എടുക്കാതെ ഒരു സ്ത്രീ എങ്ങനെയാണ് പുലർച്ചെ ആരും കാണാതെ നാടുവിട്ട് പോകുന്നതെന്ന ചോദ്യത്തിന് മുൻപിൽ ഡെയിൽ പതറി. ഡിയുടെ മകളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. അവർ ഫാം ഹൗസിലും പരിസരത്തും പ്രാഥമിക പരിശോധനകൾ നടത്തി. എന്നാൽ കൊലപാതകം നടന്നു എന്ന് സംശയിക്കാൻ തക്കവണ്ണമുള്ള യാതൊരു തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചില്ല. വീട്ടിൽ എവിടെയും രക്തക്കറയോ മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങളോ ആയുധങ്ങളോ ഉണ്ടായിരുന്നില്ല. അതോടെ ഡിയുടെ സഹോദരൻ ഗ്രെഗ് ഹാർഡിയും മക്കളും ചേർന്ന് വലിയൊരു ജനകീയ പോരാട്ടത്തിന് തുടക്കമിട്ടു. അവർ സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ വാടകയ്ക്കെടുത്തു. ഫ്രാങ്ക്ലിൻ ടൗൺഷിപ്പിലെ 100 കണക്കിന് ഏക്കർ വരുന്ന ഫാം പൂർണ്ണമായും പരിശോധിക്കാൻ അവർ പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തി. അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങളായ ഡേറ്റ് ലൈൻ, ഡിസപ്പിയേർഡ് തുടങ്ങിയ ട്രൂ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളിൽ ഡി വാർണറുടെ അപ്രത്യക്ഷമാകൽ വലിയ വാർത്തയായി. തുടർന്ന് മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് കേസ് ഏറ്റെടുത്തു. അവർ ഫാമിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിച്ചു. മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച കഡാവർ നായ്ക്കളെ ഫാമിലുടനീളം അഴിച്ചുവിട്ടു. മണ്ണടിഞ്ഞു പോയ വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനട്രിംഗ് റഡാറുകൾ ഉപയോഗിച്ച് ഫാമിന്റെ ഓരോ ഇഞ്ചും സ്കാൻ ചെയ്തു. വലിയ കുഴികളെടുത്ത് മണ്ണ് പരിശോധിച്ചു. ഫാമിനുള്ളിലെ കിണറുകളും കുളങ്ങളും വരെ അരിച്ചു വിറക്കി. പക്ഷേ ഫലം നിരാശയായിരുന്നു. ഡി വാർണർ എന്ന സ്ത്രീ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായതുപോലെ തോന്നിപ്പിച്ചു. ഈ സമയമെല്ലാം ഡെയിൽ വാർണർ വളരെ ശാന്തനായി അഭിനയിക്കുകയായിരുന്നു. താൻ നിരപരാധിയാണെന്നും
ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയതാണെന്നും അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു. എന്നാൽ പോലീസിന്റെ സംശയം മുഴുവൻ അയാളിലായിരുന്നു. ഒരു മനുഷ്യന് യാതൊരു തെളിവുമില്ലാതെ ഇത്രയും വലിയൊരു ഫാമിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമായി. അവർ ഡിജിറ്റൽ ഫോറൻസിക്കിന്റെ സഹായം നേടി. ഡി കാണാതെ ഏപ്രിൽ 25-ാം തീയതി പുലർച്ചെ ഫാമിന് ചുറ്റുമുള്ള മൊബൈൽ ടവറുകളുടെ ഡാറ്റ പോലീസ് ശേഖരിച്ചു. ഡിയുടെ ഫോൺ അവസാനമായി ലൊക്കേറ്റ് ചെയ്തത് അവരുടെ വീടിനുള്ളിൽ വെച്ച് തന്നെയാണ്. അതിനുശേഷം ആ ഫോണിലേക്ക് വന്ന സിഗ്നലുകളെല്ലാം അറ്റുപോവുകയായിരുന്നു. കൂടാതെ ഫാമിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഡെയിൽ പറഞ്ഞ പുലർച്ചെയുള്ള സമയത്തോ അതിനുശേഷമോ ഡി ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ദൃശ്യവും അതിലുണ്ടായിരുന്നില്ല. അതായത് ഡി വാർണർ ആ വീടിന് പുറത്തേക്ക് ജീവനോടെ പോയിട്ടില്ല. ഭൗതികമായ തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് സാഹചര്യ തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിച്ചു. അവർ ഡെയിൽ വാർണറുടെ ഫോണും കമ്പ്യൂട്ടറും കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെയാണ് കേസിന്റെ ഗതി മാറ്റിയ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഡി കാണാതാകുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഡെയിൻ ഇന്റർനെറ്റിൽ തിരഞ്ഞ കാര്യങ്ങൾ തികച്ചും അസ്വാഭാവികമായിരുന്നു. മൃതദേഹങ്ങൾ എങ്ങനെ വേഗത്തിൽ നശിപ്പിക്കാം, രാസവസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരം അലിയിച്ചു കളയുന്നത് എങ്ങനെ, വലിയ ഇരുമ്പ് ടാങ്കുകൾ എങ്ങനെ മുറിക്കാം, വെൽഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്നത്. ഒരു സാധാരണ കർഷകനോ ബിസിനസ്സുകാരനോ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ തിരയേണ്ട കാര്യങ്ങളല്ല ഇതൊന്നുമെന്ന് പോലീസിന് വ്യക്തമായി. അതോടൊപ്പം ഫാമിനടുത്തുള്ള ചില തൊഴിലാളികളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 25-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക്, അതായത് ഭാര്യയെ കാണാനില്ലെന്ന് ഡെയിൽ പറയുന്ന അതേ ദിവസം, അയാൾ ഫാമിലെ വലിയൊരു സ്പ്രേ ബാനിലിരുന്ന് വെൽഡ് ജോലി ചെയ്യുന്നത് കണ്ടതായി ചിലർ മൊഴി നൽകി. സാധാരണയായി കടുത്ത ചൂടുള്ള ഞായറാഴ്ച ദിവസങ്ങളിൽ ഡെയിൽ അത്തരം കഠിനമായ വെൽഡിംഗ് ജോലികൾ ചെയ്യാറില്ലായിരുന്നു. തന്റെ ഭാര്യയെ കാണാതായിട്ട് പരിഭ്രാന്തനാകേണ്ട ഒരു ഭർത്താവ് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഫാമിലിരുന്ന് ടാങ്ക് വെൽഡ് ചെയ്യുന്നത് എന്തിനാണെന്ന ചോദ്യം പോലീസിനെ കൂടുതൽ ചിന്തിപ്പിച്ചു. വർഷങ്ങൾ 2 കഴിഞ്ഞിട്ടും ഡിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് 2023-ൽ ഒരു കോടതി ഡി വാർണർ നിയമപരമായി മരണപ്പെട്ടതായി പ്രഖ്യാപിച്ചു. മൃതദേഹം ലഭിച്ചില്ലെങ്കിലും ലഭ്യമായ ഡിജിറ്റൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ 2023 നവംബറിൽ മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് ഡെയിൽ വാർണറെ കൊലപാതക കുറ്റത്തിനും തെളിവ് നശിപ്പിച്ചതിനും അറസ്റ്റ് ചെയ്തു. എന്നാൽ ശക്തമായ ഭൗതിക തെളിവുകൾ ഇല്ലാത്തതിനാൽ അയാൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. മൃതദേഹമില്ലാതെ എങ്ങനെ കൊലപാതകം തെളിയിക്കുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. കേസിൽ ഏറ്റവും നാടകീയവും ഞെട്ടിക്കുന്നതുമായ വഴിത്തിരിവുണ്ടാകുന്നത് 2024 ഓഗസ്റ്റിലാണ്. ഡെയിൽ ജയിലിലായെങ്കിലും പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല. ഡിയുടെ മൃതദേഹം എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ വീണ്ടും ഫാമിൽ ഒരു വലിയ തിരച്ചിലിനായി ഉത്തരവ് സമ്പാദിച്ചു. ഇത്തവണ അവരുടെ ലക്ഷ്യം ഫാമിനുള്ളിലെ വലിയ മെറ്റൽ ടാങ്കുകളായിരുന്നു. ഫാമിലെ പാരഗൺ റോഡിലുള്ള ഒരു പ്രത്യേക ഷെഡിനുള്ളിൽ വലിയൊരു അഗ്രികൾച്ചർ ടാങ്ക് ഉണ്ടായിരുന്നു. കൃഷിയിടങ്ങളിൽ രാസവളം തളിക്കുന്നതിനായി അമോണിയ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു ഇരുമ്പ് സിലിണ്ടർ ആയിരുന്നു അത്. സാധാരണയായി LPG ടാങ്കുകളിലെ പോലെ കട്ടിയുള്ള ഇരുമ്പ് പാളികൾ കൊണ്ട് നിർമ്മിച്ച ഇരുവശവും പൂർണ്ണമായി സീൽ ചെയ്ത ഒന്നാണിത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ടാങ്ക് സൂക്ഷ്മമായി പരിശോധിച്ചു. സാധാരണ ഫാക്ടറികളിൽ നിന്ന് വെൽഡ് ചെയ്തു വരുന്ന ടാങ്കുകളുടെ വെൽഡിംഗ് ലൈനുകൾ വളരെ കൃത്യവും മിനുസമാർന്നതുമായിരിക്കും. എന്നാൽ ഈ ടാങ്കിന്റെ ഒരു വശത്തെ വെൽഡിംഗ് വളരെ കട്ടി കൂടിയതും മനുഷ്യർ കൈകൊണ്ടത്ര നൈപുണ്യമില്ലാതെ ചെയ്തതുപോലെ ഒരു പരിക്കനുമായിരുന്നു. 2021 ഏപ്രിൽ 25-ന് ഡെയിൽ ഫാമിലിരുന്ന് വെൽഡ് ചെയ്തത് ഇതേ ടാങ്ക് തന്നെയാണെന്ന് പോലീസിന് പെട്ടെന്ന് മനസ്സിലായി. അവർ ഒട്ടും സമയം കളയാതെ വലിയ ഗ്യാസ് കട്ടറുകളുമായി ഫോറൻസിക് സംഘത്തെ വിളിച്ചു വരുത്തി. കട്ടിയുള്ള ആ ഇരുമ്പ് പാളികൾ കട്ടർ ഉപയോഗിച്ച് മുറിക്കാൻ തുടങ്ങി. ടാങ്ക് പകുതി മുറിച്ച് മാറ്റിയപ്പോൾ ഉള്ളിൽ കണ്ട കാഴ്ച അവിടെ ഉണ്ടായിരുന്ന പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു കറുത്ത ഇരുമ്പ് അറയ്ക്കുള്ളിൽ വായു കടക്കാത്ത രീതിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു നീല പ്ലാസ്റ്റിക് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് ശരീരമാസകലം പൊതിഞ്ഞ് അതിനു മുകളിൽ കട്ടിയുള്ള ഡക്ട് ടേപ്പുകൾ ഉപയോഗിച്ച് എണ്ണമറ്റ തവണ ചുറ്റും വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു അത്. പോലീസ് ആ പാക്കറ്റ് പുറത്തെടുത്ത് ടേപ്പുകൾ മുറിച്ചു മാറ്റി. അതിനുള്ളിൽ 3 വർഷമായി ലോകം തിരിഞ്ഞുകൊണ്ടിരുന്ന ഡി വാർണറുടെ മൃതദേഹമായിരുന്നു. കടുത്ത വായുരഹിതമായ അന്തരീക്ഷമായതിനാലും രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള ടാങ്ക് ആയതിനാലും മൃതദേഹം വലിയ രീതിയിൽ ജീർണിച്ചു പോകാതെ അവശേഷിച്ചിരുന്നു. 3 വർഷം മുമ്പ് കാണാതാകുന്ന രാത്രിയിൽ അവർ ധരിച്ചിരുന്ന അതേ നൈറ്റ് ഡ്രസ് തന്നെയായിരുന്നു അവരുടെ ശരീരത്തിൽ അന്നുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ശേഷം ഡെയിൽ തന്റെ ഭാര്യയുടെ മൃതദേഹം ഈ വലിയ ടാങ്കിനുള്ളിലേക്ക് തള്ളിക്കയറ്റുകയും അതിനുശേഷം ആ ഇരുമ്പ് മൂടി ഗ്യാസ് വെൽഡ് ഉപയോഗിച്ച് ഉരുക്കി ഒട്ടിച്ച് സ്ഥിരമായൊരു കല്ലറയാക്കി മാറ്റുകയുമായിരുന്നു. സ്വന്തം വീടിനുള്ളിൽ തൊട്ടടുത്ത ഷെഡിൽ എല്ലാവരെയും കണ്ണുവെട്ടിച്ച് അയാൾ ആ മൃതദേഹം ഒളിപ്പിച്ചു വെച്ചു. മൃതദേഹം കണ്ടെത്തിയതോടെ കേസിന്റെ ചിത്രം പൂർണ്ണമായി മാറി. ഡി വാർണറുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച ഫോറൻസിക് തെളിവുകൾ ഡെയിലിന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടയ്ക്കുന്നതായിരുന്നു. മൃതദേഹം പൊതിഞ്ഞിരുന്ന ഡക്ട് ടേപ്പിന് മുകളിൽ നിന്നും ഡെയിലിന്റെ ഇടത് കൈയിലെ നടുവിരലിന്റെ കൃത്യമായ വിരലടയാളം ഫോറൻസിക് വിദഗ്ധർ കണ്ടെടുത്തു. മൃതദേഹം ടാങ്കിൽ ഒളിപ്പിച്ചത് ഡെയിൽ തന്നെയാണെന്നതിന് ഇതിലും വലിയ തെളിവ് ലഭിക്കാനില്ലായിരുന്നു. തുടർന്ന് നടന്ന വിശദമായ പോസ്റ്റ്മോർട്ടത്തിൽ ഡിയുടെ മരണകാരണം വ്യക്തമായി. അവരുടെ തലയിലും മുഖത്തും കഠിനമായ ആയുധം കൊണ്ട് അടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തലയൊട്ടി തകർന്നിരുന്നു.
എന്നാൽ മരണത്തിന്റെ യഥാർത്ഥ കാരണം ശ്വാസം മുട്ടിച്ചതായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ഡെയിൽ അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് മെഡിക്കൽ എക്സാമിനർ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തി. ഡെയിൽ ആദ്യം പറഞ്ഞിരുന്ന കഥകളെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇതോടെ തെളിഞ്ഞു. ഡി നാടുവിട്ട് പോയതല്ല, മറിച്ച് അന്ന് രാത്രി ആ വീട്ടിൽ വെച്ച് തന്നെ അവർ ക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു. ഭാര്യയുടെ കടുത്ത മൈഗ്രെയിൻ തലവേദനയെ തുടർന്ന് താൻ തോളുകൾ തിരുമ്മി നൽകിയെന്ന് ഡെയിൻ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അവരെ കഴുത്തു ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ശാരീരികമായി കടുത്ത തലവേദന കൊണ്ട് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്ന, പ്രതിരോധിക്കാൻ ഒട്ടും ശേഷിയില്ലാതിരുന്ന ഒരു സ്ത്രീയെയാണ് അയാൾ ക്രൂരമായി വേട്ടയാടിയത്. ഡി വാർണറുടെ കൊലപാതക കേസിന്റെ വിചാരണ ലെനൌഗി കൗണ്ടി കോടതിയിൽ ആരംഭിച്ചു. അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വിചാരണ തത്സമയം സംപ്രേഷണം ചെയ്തത്. 13 ദിവസം നീണ്ടുനിന്ന കടുത്ത വിചാരണയിൽ 30-ലധികം സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. ഡിയുടെ മക്കളും സഹോദരനും കോടതിയിൽ നൽകിയ മൊഴികളിൽ കേട്ടുനിന്നവരുടെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. ഡെയിൻ എങ്ങനെയൊക്കെയാണ് ഡിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതെന്ന് അവർ അക്കമിട്ട് നിരത്തി. ഡിയുടെ ഡയറി കുറിപ്പുകളും സുഹൃത്തുക്കൾ അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും കോടതിയിൽ തെളിവായി ഹാജരാക്കി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഡെയിൻ മാത്രമായിരിക്കുമെന്ന് ഡി മുൻപൊരു സുഹൃത്തിനോട് പറഞ്ഞിരുന്ന വരികൾ കോടതിയിൽ വായിച്ചപ്പോൾ ജഡ്ജി പോലും ഞെട്ടിപ്പോയി. പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദമുഖങ്ങൾ വളരെ ശക്തമായി അവതരിപ്പിച്ചു. ഈ കൊലപാതകം പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്തതാണെന്ന് അവർ തെളിയിച്ചു. വിവാഹമോചനത്തിലൂടെ ഡിക്ക് നൽകേണ്ടി വന്ന ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും ഫാമിന്റെ ട്രക്കിംഗ് കമ്പനിയുടെയും പൂർണ്ണമായ ഉടമസ്ഥത കൈക്കലാക്കാനും വേണ്ടിയാണ് ഡെയിൽ ഈ ക്രൂരകൃത്യം ചെയ്തത്. അതിനായി അയാൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇന്റർനെറ്റിൽ തിരച്ചിലുകൾ നടത്തുകയും കൊലപാതകത്തിന് ശേഷം വളരെ തണുത്ത രക്തത്തോടെ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രതിഭാഗം വക്കീലന്മാർ ഡെയിലിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഫോറൻസിക് തെളിവുകൾക്ക് മുൻപിൽ അവർക്ക് മറുപടിയില്ലായിരുന്നു. ടാങ്കിൽ നിന്ന് ലഭിച്ച വിരലടയാളവും ഡെയിലിന്റെ കമ്പ്യൂട്ടറിലെ സെർച്ച് ഹിസ്റ്ററിയും മാറ്റാൻ കഴിയാത്ത സത്യങ്ങളായി നിലകൊണ്ടു. 2 ദിവസം നീണ്ട ജൂറികളുടെ ചർച്ചകൾക്കൊടുവിൽ കോടതി വിധി പ്രസ്താവിച്ചു. ഡെയിൽ വാർണർ കുറ്റക്കാരനാണെന്ന് ജൂറി ഒരുമിച്ച് വിധിച്ചു. സെക്കൻഡ് ഡിഗ്രി മർഡർ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അയാൾക്ക് മേൽ ചുമത്തിയത്. വിധി പ്രസ്താവനയുടെ ദിവസം ഡിയുടെ കുടുംബം കോടതിയിൽ വികാരാധീനമായി സംസാരിച്ചു. ഡിയുടെ മകൾ ഡെയിലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, "നീ എൻ്റെ അമ്മയെ മാത്രമല്ല കൊന്നത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തെയാണ്. 3 വർഷം നീ ആ ടാങ്കിന് മുകളിൽ വണ്ടി കഴുകുമ്പോഴും ഫാമിൽ നടക്കുമ്പോഴും നിന്റെ ഉള്ളിൽ അമ്മയുടെ മുഖം വന്നിരുന്നില്ലേ? നീ ഒരു മനുഷ്യനല്ല, നീ ഒരു മൃഗമാണ്." കേസിന്റെ ഭീകരതയും പ്രതിയുടെ ക്രൂരതയും കണക്കിലെടുത്ത് കോടതി ഡെയിൽ വാർണർക്ക് 70 വർഷത്തെ കഠിന തടവ് വിധിച്ചു. ശിക്ഷ വിധിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. സ്വന്തം ഭാര്യയ്ക്ക് ഇരുമ്പ് കല്ലറ പണിത ആ മനുഷ്യൻ യാതൊരു കാരുണ്യവും അർഹിക്കുന്നില്ല. ശാരീരികമായ ഏറ്റവും ദുർബലമായ ഒരു രാത്രിയിൽ സ്വന്തം പങ്കാളിയെ കൊന്ന് അവരെ ആരും കാണാതെ ഒരിടത്ത് ഒളിപ്പിച്ച് 3 വർഷം ഒന്നും അറിയാത്തവനെ പോലെ ജീവിച്ച അയാൾ സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള കുറ്റാന്വേഷണ പ്രേമികളെ ആകർഷിച്ച ഡി വാർണർ കേസിന് നിയമത്തിന് മുൻപിൽ ശുഭസമാപ്തിയായി. മറ്റൊരു ക്യൂരിയസ് കേസുമായി വീണ്ടും കാണാം.